ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കിസാറ്റ് അഡ്മിഷനെ പറ്റിയുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ഒക്ടോബർ 3 വരെയാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഒക്ടോബർ 6 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. Allotment instruction to the BTech bar integrated MSc Photonics bar integrated MSc in Science programs of the university. Allotment to various branches of BTech bar integrated MSc Photonics programs are based on the rank list and the options registered by the candidates, and in the case of integrated MSc Science the allotment is based on the rank list only. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കുട്ടികളുടെ ഡൗട്ടായിരുന്നല്ലോ, ഇൻറ്റിഗ്രേറ്റഡ് MSc സയൻസിന് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഓപ്ഷൻ കൊടുക്കണ്ടേ, ഞങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പെടുത്തില്ല. അപ്പോൾ അതിനുള്ള ആൻസർ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ഇൻറ്റിഗ്രേറ്റഡ് MSc സയൻസിന് റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ മാത്രമായിരിക്കും അലോട്ട്മെൻറ്റ് എന്ന്. മറ്റ് BTechനും ഇൻറ്റിഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സും ഓപ്റ്റ് ചെയ്യണവർ മാത്രം ഓപ്ഷൻസ് കൊടുത്താൽ മതി. Candidate who have got allotment shall upload scanned copy of originals of all the required certificates and shall pay the fees applicable for the program allotted to them by way of online payments on or before the stipulated last date for the payment of fees. Clear ആണല്ലോ അല്ലേ? കറക്റ്റ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഫീ പേ ചെയ്ത് അലോട്ട്മെൻറ്റ് എടുക്കണം, അലോട്ട്മെൻറ്റ് കിട്ടിയ സ്റ്റുഡൻസ്. If a candidate failed to upload all the required certificates and to pay fees before the stipulated last date of the allotment, all options of that candidate will be cancelled and he or she will not be considered for subsequent allotment. അപ്പോൾ ഇതും ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയതെങ്കിൽ ഞാൻ അലോട്ട്മെൻറ്റ് എടുക്കണമെന്ന്. അപ്പോൾ അതിനുള്ള ആൻസർ ഇതിൽ വന്നു കഴിഞ്ഞു. അലോട്ട്മെൻറ്റ് എന്തായാലും എടുക്കണം. ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിലും അലോട്ട്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കില്ല. However, he or she can participate in the spot admission if any. spot admission ഉണ്ടെങ്കിൽ, ഉണ്ടോയെന്ന് പോലും കൺഫർമേഷൻ ആയിട്ടില്ല, ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് എല്ലാവരും എന്തായാലും എടുക്കുക, ചേരാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. The higher options of the candidates who have paid the fees within the stipulated time will stay and all their lower options will be cancelled. അടുത്തതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇഫ് എ കാൻഡിഡേറ്റ് ഗോട്ട് അലോട്ട്മെൻറ്റ് ടു ഹിസ് ഓർ ഹർ തേർഡ് ഓപ്ഷൻ ആൻഡ് പെയ്ഡ് ദ ഫീ, ഹിസ് ഓർ ഹർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എലോൺ വിൽ ബി കൺസിഡേർഡ് ഇൻ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ്. അതായത് മൂന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് 2 ഓപ്ഷൻസും അവിടെ സ്റ്റേ ചെയ്യും, ബാക്കി താഴെ 4 തൊട്ടുള്ള കൊടുത്ത എല്ലാ ഓപ്ഷൻസും ക്യാൻസലായി പോകും. പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ സെക്കൻഡോ ഫസ്റ്റോ കിട്ടും എലിജിബിൾ ആണെങ്കിൽ. ഇഫ് എ കാൻഡിഡേറ്റ് വിഷസ് ടു റിമെയിൻ ഇൻ ദ options already allotted to him or her, he or she has to cancel all the higher options suggested by himself or herself by logging into their respective home login page. ഇനി ഒരു തേർഡ് അലോട്ട്മെൻറ്റിലുള്ളത് കിട്ടി, അതിന് ഫസ്റ്റോ അത് മതി, ഫസ്റ്റോ സെക്കൻഡോ വേണ്ട എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ ലോഗിൻ പേജിൽ പോയിട്ട് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തത് ക്യാൻസൽ ചെയ്യാനും പറ്റും. അതർവൈസ് ഹി ഓർ ഷീ മേ ബി അലോട്ടഡ് ടു ദി ഹയർ ഓപ്ഷൻസ് സജസ്റ്റഡ് ബൈ ദം ഇൻ ദ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ്സ് ഇഫ് എനി. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കൊടുത്ത ഫസ്റ്റോ സെക്കൻഡോ ഹയർ ഓപ്ഷനിലേക്ക് അവരെ പരിഗണിക്കും. In case vacancies are available in the higher options, in such cases the lower options already allotted to the candidate will be cancelled without intimation. അങ്ങനെയുള്ള കേസിൽ ലോവർ ഓപ്ഷൻ കൊടുത്തതെല്ലാം പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാതെ തന്നെ ക്യാൻസലായി പോകുന്നതായിരിക്കും. ഇഫ് ദ കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ദ ഫീസ് ആർ അലോട്ടഡ് ഹയർ ഓപ്ഷൻസ് ഇൻ ദ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ്, ദ ഫീസ് ഓൾറെഡി പെയ്ഡ് ബൈ ദം വിൽ ബി അഡ്ജസ്റ്റഡ് ഇൻ ദ ഫീ ഓഫ് ദ ന്യൂ ഓപ്ഷൻസ് അലോട്ടഡ്. ഇതും എല്ലാവരും ചോദ്യമായിരുന്നു. ഒരു ഹയർ ഫീ കൊടുത്ത് ചേർന്നു. അടുത്ത അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും ചേർന്ന കോഴ്സിൽ ഇവരുടെ ഫീ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്ത് തരും. കൂടുതലാണെങ്കിൽ ആദ്യം മേടിച്ചെങ്കിൽ ബാലൻസ് തിരിച്ചു തരും. അതേസമയം ആദ്യത്തെ കുറവും പിന്നെ കൂടുതലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടിയും വരും. വെയിറ്റിംഗ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ ദ ഹോം പേജ് ഓഫ് കാൻഡിഡേറ്റ് ആഫ്റ്റർ എവറി അലോട്ട്മെൻറ്റ്. എല്ലാ അലോട്ട്മെൻറ്റിന് ശേഷവും കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസും വെയിറ്റിംഗ് ലിസ്റ്റിൽ എത്ര എന്നൊക്കെ ലോഗിൻ പേജിൽ നോക്കിയാൽ കാണാം. ഹെൻസ് കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഗ്രാൻറ്റഡ് ടു ദം ഓൺ എ ഡെയിലി ബേസിസ് ടിൽ ദ ഫൈനൽ അലോട്ട്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ്.
completed. So ഫൈനൽ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുന്ന വരെ ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടുക എന്നതിന് ഉറപ്പാവുന്ന വരെ ഹോം ലോഗിൻ പേജ് ഒരു ഡെയിലി ബേസിസ് തന്നെ ചെക്ക് ചെയ്യണം. നോ ഇൻഡിവിജ്വൽ ഇൻറ്റിമേഷൻ വിൽ ബി ഗിവൺ ഇൻ ദിസ് റിഗാർഡ് ഇൻ എനി അതർ മോഡ്. വേറെ ഒരു മോഡ് വഴിയും കാൻഡിഡേറ്റ്സിനെ ഇതിനെപ്പറ്റി അറിയിക്കില്ല. ദ ഷെഡ്യൂൾ ഓഫ് അലോട്ട്മെൻറ്റ്, ഫീ പേയ്മെൻറ്റ്, അഡ്മിഷൻ കൗൺസിലിംഗ് എക്സെട്ര വിൽ ബി പബ്ലിഷ് ഫ്രം ടൈം ടു ടൈം ഇൻ ദ വെബ്സൈറ്റ്. അഡ്മിഷൻ്റെ വെബ്സൈറ്റാണ് admissions.qsat.ac.in. ആ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും സമയത്തിനനുസരിച്ച് പബ്ലിഷ് ചെയ്യും. Those who got allotment in both BTech or integrated MSc Photonics and integrated MSc in Science have to choose one program among them and make online payment for the same, and he or she will not be considered for subsequent allotment in other program. അപ്പോൾ ഇതും എല്ലാവർക്കും വന്നൊരു ചോദ്യമായിരുന്നു. ഇൻറ്റിഗ്രേറ്റഡ് MSc ആണ് ഇപ്പം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ എനിക്ക് BTechൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, റാങ്കിൽ ഒരുമിച്ചാണ് വരിക. അഡ്മിഷൻ രണ്ടിൻ്റെയും 6-ാം തീയതി ഒരുമിച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇൻറ്റിഗ്രേറ്റഡ് സയൻസ് ആണ് വേണ്ടത്, അതായത് ഇൻറ്റിഗ്രേറ്റഡ് ഫോട്ടോണിക്സോ അല്ലെങ്കിൽ BTech ആണോ വേണ്ടത് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് പിന്നെ മറ്റേതിൽ അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ മറ്റേതിൽ ചേരാൻ പറ്റില്ല. അടുത്തത് എങ്ങനെ ഓൺലൈൻ ഫീ പേ ചെയ്യാന്നുള്ളതാണ്. ഹൗ ടു മേക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ്. ഫോർ മേക്കിംഗ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ്, കാൻഡിഡേറ്റ് ഹു ഗോട്ട് അലോട്ട്മെൻറ്റ് ഷുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. Log in to your home or login page using username and password in the university website. Proceed to the certificate uploading and fee payment page. The payment link will be enabled only after uploading all required certificates. അപ്പോൾ ആദ്യം സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ഫീ പേ ചെയ്യേണ്ടത്. ആഫ്റ്റർ അപ്ലോഡിംഗ് ദ സർട്ടിഫിക്കറ്റ്സ്, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് പേജ്. യു ക്യാൻ മേക്ക് പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ് ഓർ ATM or debit card or through net banking. It may be noted that payment through some debit card has a monetary ceiling and in such cases opt for net banking. മിക്കവാറും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ വഴി നെറ്റ് ബാങ്കിങ്ങോ വഴി ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഡെബിറ്റ് കാർഡിന് പേയ്മെൻറ്റ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ചില കോഴ്സസിനൊക്കെ ഫീ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നെറ്റ് ബാങ്കിങ് വെച്ച് ഫീ പേ ചെയ്യാം. എത്ര ഫീ എന്നുള്ളത് പലരും ചോദിച്ചായിരുന്നു, എത്ര വരേണ്ട. അത് മിക്കവാറും നമ്മൾ ഓരോരുത്തരുടെയും കോഴ്സ് അവർക്ക് കിട്ടുന്നതിനനുസരിച്ച് അവരുടെ ലോഗിൻ പേജിൽ വരുന്നതായിരിക്കും. അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതും ഒരുപാട് പേർക്ക് ആകാംക്ഷയുള്ള ചോദ്യമായിരുന്നു. ദ അപ്ലിക്കൻസ് ടു വേരിയസ് പ്രോഗ്രാംസ് ഓഫ് യൂണിവേഴ്സിറ്റി ഷോൾ ഇൻവാരിയബിളി അപ്ലോഡ് ഗുഡ് ക്വാളിറ്റി സ്കാൻഡ് കോപ്പി ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. ക്ലിയർ ആയിട്ടുള്ള സ്കാൻ കോപ്പി ഓഫ് ദ താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് വേണം. ഒന്ന് SLC or 10th സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും, പിന്നെ 12th സ്റ്റാൻഡേർഡ് ഓർ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും, പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റും വേണം. പിന്നെ കമ്മ്യൂണൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൂഫും വേണം. പിന്നെ പ്രൂഫ് ഓഫ് സ്പെഷ്യൽ റിസർവേഷൻ, പിന്നെ കേരളൈറ്റ്സിന് പ്രൂഫ് ഓഫ് കേരളൈറ്റ് സ്റ്റാറ്റസ് അതും കൂടി വേണ്ടിവരും. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ടു ബി അപ്ലോഡഡ് ആസ് പ്രൂഫ് ഓഫ് അവൈലിംഗ് കമ്മ്യൂണൽ റിസർവേഷന് വേണ്ട സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ കേരള SCയും കേരള ST കാൻഡിഡേറ്റ്സ് ഷുഡ് അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് വാലിഡ് ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബൈ തഹസിൽദാർ. അപ്പോൾ അവർക്ക് തഹസിൽദാർ എന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേസമയം SC/BC കാൻഡിഡേറ്റ്, അതായത് കാൻഡിഡേറ്റ്സ് ഈഴവ, തീയ, ബിലവ, മുസ്ലിം, LCC, OBX, OBH, ധീവര, കുടുംബി, പോട്ട് മേക്കിംഗ് കമ്മ്യൂണിറ്റി, വിശ്വകർമ്മ, അവരൊക്കെ should upload scanned copy of a valid and original community certificate and non-criminalized certificate issued by village officer. അവർക്കൊക്കെ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റൊക്കെ മതി. ഇഫ് ദ കമ്മ്യൂണിറ്റി ബാർ കാറ്റഗറി ഈസ് ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ്, നോ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈസ് റിക്വയർഡ്. ഇതും ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റും NCL സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റും വേണമെന്ന്. അപ്പോൾ അതും ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. NCLൽ കമ്മ്യൂണിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ OBH കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ ഫീ കൺസെഷൻ അപ്ലിക്കബിൾ ടു OEC കാൻഡിഡേറ്റ്സ് ഷുഡ് ഓൾസോ അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് എ വാലിഡ് ആൻഡ് ഒറിജിനൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പറ്റൻറ്റ് അതോറിറ്റി ടു പ്രൂവ് ദെയർ എലിജിബിലിറ്റി. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതേ ഡൗട്ടും ചോദിച്ചിരുന്നു. ഒരു OBH കാറ്റഗറിയിലാണ് പെടുന്നത്, പക്ഷേ അവർക്ക് OESൻ്റെ കൺസെഷൻസും റിസർവേഷനും ഒക്കെ എലിജിബിളാണ്. അങ്ങനെയുള്ളവരും
ഇൻകം സർട്ടിഫിക്കറ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Applicants belong to general category and have claimed reservation under economically weaker section should upload scanned copy of a valid and original certificate issued by the competent authority for the purpose of claiming EWS reservation. Economic weaker section റിസർവേഷനിൽ ഉൾപ്പെടുന്നവരും അവർക്ക് അതായത് തെളിയിക്കാനുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അതർ സർട്ടിഫിക്കറ്റ്സ് ഇഫ് applicable, the relevant appropriate certificate issued by competent authority for substantiating claim for any other reservation seats, supernumerary seats, if the candidate is allotted to seat under that category. Relevant certificates, if any, may also be uploaded here. കുറച്ച് സൂപ്പർന്യൂമറി സീറ്റ്സിൽ വേറെ കുറച്ച് റിസർവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതായത് റിസർവേഷനിൽ ചേർന്ന് സർട്ടിഫിക്കറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യണം. അടുത്തതായിട്ട് കേരളൈറ്റ് സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ് ആസ് പ്രൂഫ് ഓഫ് ക്ലെയിമിംഗ് കേരളൈറ്റ് സ്റ്റാറ്റസ്. ഇതും എല്ലാവർക്കും ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ആയിരുന്നു. Candidates claiming the Keralite status should invariably upload scanned copy of the originals of any one of the following certificates. ഇത് പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. Certificate of birth or residence of candidate or his or her father or mother from the village officer or tahsildar or from a competent authority of a local body. അവിടെ അതായത് വില്ലേജിൽ നിന്നാണെങ്കിൽ വില്ലേജിലാണ് താമസിക്കുന്നതെങ്കിൽ വില്ലേജ് ഓഫീസറുടെയും അല്ലെങ്കിൽ തഹസിൽദാരുടെ ആണെങ്കിൽ തഹസിൽദാരുടെയും മേടിക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഷോയിങ് സ്കൂൾ സ്റ്റഡീസ് ഇൻ കേരള ഫ്രം സ്റ്റാൻഡേർഡ് 8 to 12 ഫ്രം ദ ഹെഡ് ഓഫ് സ്കൂൾ വെർ ദ കാൻഡിഡേറ്റ് കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹർ സ്റ്റഡി ഇൻ സ്റ്റാൻഡേർഡ് 12 പഠിച്ച സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ റെലവൻറ്റ് പേജ് ഓഫ് SLC ഓഫ് കാൻഡിഡേറ്റ്സ് ഫാദർ ഓർ മദർ ഷോയിങ് ദ പ്ലേസ് ഓഫ് ബർത്ത് ഇൻ കേരള വിത്ത് കൊറോബറേറ്റീവ് എവിഡൻസ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ് ആൻഡ് ദ പാരൻറ്റ്. പാരൻ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള പ്രൂഫും പിന്നെ അതായത് കാൻഡിഡേറ്റിൻ്റെ ഫാദറിൻ്റെ ഓർ മദറിൻ്റെ SLC വേണം. പിന്നെ റെലവൻറ്റ് പേജ് ഓഫ് ദ പാസ്പോർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ് ഓർ ഐദർ ഓഫ് പാരൻസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷോയിങ് പ്ലേസ് ഓഫ് ബർത്ത് ഇൻ കേരള വിത്ത് ദ കൊറോബറേറ്റീവ് എവിഡൻസ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ പാരൻസിൽ ആരുടെയെങ്കിലോ പാസ്പോർട്ട്. Certificate of candidate or his or her father, mother showing the place of birth in Kerala with corroborative evidence showing the relationship between candidate and father or mother whose birth certificate is being produced. അപ്പോൾ ഒന്നുമില്ലേ കാൻഡിഡേറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ മദറോ ആരുടെയെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റോ പ്രൊഡ്യൂസ് ചെയ്താലും മതിയാവും. For claiming Keralite All India State Service, certificate from competent authority should be uploaded. നോൺ റെസിഡൻസ് ഇന്ത്യൻസിൻ്റെ കാര്യമാണ്. NRI സീറ്റ്സിൻ്റെ കാര്യമാണ് അടുത്തത്. അപ്ലിക്കബിൾ ടു ഓൾ പ്രോഗ്രാംസ് ഓഫ് വിച്ച് NRI സീറ്റ്സ് ആർ അലോട്ടഡ്. NRI സീറ്റ്സ് അലോട്ടഡുള്ള എല്ലാ പ്രോഗ്രാംസിനും ഇത് അപ്ലിക്കബിൾ ആണ്. സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ് ഫോർ ക്ലെയിമിംഗ് NRI സീറ്റ്സ്. NRI സീറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്. NRI status is not compulsory, but those who have opted for NRI seats should upload the scanned copy of the declaration given in Annexure 1. Annexure 1 ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കാൻഡ് കോപ്പി NRI സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യണവർ കൊടുക്കണം. NRI സ്റ്റാറ്റസ് കമ്പൽസറി എല്ലാവർക്കും, പക്ഷേ അത് ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രം ചെയ്താൽ മതി. For NRI seats, candidates should have applied for the same at the time of application registration. NRI seats claim ചെയ്യണവർ അത് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിരിക്കണം. Others will not be considered for admission under NRI seat. ഇപ്പോൾ NRI കൊടുക്കാൻ പറ്റില്ല. However, they can participate in NRI spot admission if seats are available. Seats എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഇതും ചോദിക്കാറുള്ള ചോദ്യമാണ്. സീറ്റ് റിസർവ്ഡ് ഫോർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് അപ്ലിക്കബിൾ ടു ഓൾ പ്രോഗ്രാംസ് ഫോർ വിച്ച് CGW സീറ്റ്സ് ആർ അലൗഡ്. കുറച്ച് പ്രോഗ്രാംസിന് എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗിൽ മറൈനോ വെച്ച് ബാക്കിയൊരു വിധ എല്ലാ പ്രോഗ്രാംസിനും സീറ്റ് ഉണ്ട്. CGW seats are reserved for candidates whose father or mother is working in any Gulf country. Those who have opted for CGW seats should invariably upload scanned copy of the following documents substantiating their claim for CGW seats. CGW seats ക്ലെയിം ചെയ്യണവർ താഴെ കാണുന്ന പ്രൂഫിൽ
പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്നാമത്തത് വേണ്ടത് സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ലിസ്റ്റ് ഓഫ് +2 എക്സാമിനേഷനും 10th-ൻ്റെയും +2ൻ്റെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി പാരൻറ്റ് വിച്ച് ഈസ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ ഇന്ത്യൻ എംബസി ഓർ ഗവൺമെൻറ് ഏജൻസി. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പാരൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വേണം. അത് ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസിയോ അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. കോപ്പി ഓഫ് വർക്ക് പെർമിറ്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാങ്ക് ഇൻ ഗൾഫ് കൺട്രി ആൻഡ് കോപ്പി ഓഫ് വിസ വിച്ച് ആർ ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ ഇന്ത്യൻ എംബസി ഓർ ഗവൺമെൻറ് ഏജൻസി. വർക്ക് പെർമിറ്റിൻ്റെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും വിസയുടെയും ഒക്കെ കോപ്പി അതെല്ലാം ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. അടുത്തതായിട്ട് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് ഓർ എനി അതർ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഓർ ഡോക്യുമെൻറ്റ് പ്രൊവൈഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കാൻഡിഡേറ്റ് ആൻഡ് പാരന്റ്. ഒന്നിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റും പാരൻറ്റും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യണ വേറെ എന്തെങ്കിലും ചെയ്യണം. അടുത്തതായിട്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇഫ് ദി കാൻഡിഡേറ്റ് ഹാസ് സ്റ്റഡീഡ് ഇൻ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഔട്ട്സൈഡ് കേരളയിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും വേണം. നോട്ട് ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽസ് ടു അപ്ലോഡ് ദ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്സ് ബിഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, ദെൻ ഹിസ് ക്ലെയിം ഫോർ അഡ്മിഷൻ ടു ദി പ്രോഗ്രാം അണ്ടർ ദി കാറ്റഗറി ക്ലെയിംഡ് ബൈ ഹിം വിൽ ബി ഫോർഫിറ്റഡ്. ഇതിലേതെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അതിന് കീഴിലുള്ള റിസർവേഷൻ കിട്ടില്ല. ദ സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ സച്ച് ഇൻസിഡൻസ് വിൽ റെസ്റ്റ് വിത്ത് ദ കാൻഡിഡേറ്റ് ഓൺലി. അപ്പോൾ കാൻഡിഡേറ്റ് തന്നെ അതിനുള്ളത് സഫർ ചെയ്യേണ്ടി വരും. അഡ്മിഷൻ വിൽ ബി പ്രൊവിഷണൽ ആൻഡ് സബ്ജക്ട് ടു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽസ് ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ബൈ ദ കൺസേൺ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ബിഫോർ എ സ്പെസിഫൈഡ് ഡേറ്റ് ദാറ്റ് വിൽ ബി പബ്ലിഷ് ലേറ്റർ. അപ്പോൾ ഇത് പ്രൊവിഷണൽ അഡ്മിഷൻ മാത്രമാണിത്. കാരണം ശരിക്കും സാധാരണ ഫിസിക്കലി എല്ലാം വെരിഫൈ ചെയ്തിട്ടാണല്ലോ കൊടുക്കാറ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനൊരു നടത്തുന്നത് ഓൺലൈനായിട്ട്. പക്ഷേ കണ്ടീഷൻസ് ഒക്കെ ബെറ്റർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഫിസിക്കൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടേ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. ഇതൊരു പ്രൊവിഷണൽ ആയിരിക്കും. BTech or Integrated MSc Photonics, Integrated MSc in Science ഫീസ് സ്ട്രക്ചർ. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഈ BTech ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാത്തിൻ്റെ ഫീസ് സ്ട്രക്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി അതിവിടെ കാണിച്ചിരിക്കുകയാണ് എല്ലാം. പിന്നെ ഇപ്പോൾ ഓരോന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കൂടുതലായി ആഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc in സയൻസ് ആണ്. അതിന് 9,000. അത് കുറേ പേര് ചോദിച്ചത് എത്ര ഫീ വരുന്നു. ഏകദേശം 9,120 അടുത്ത് വരുള്ളൂ അതിന് പെർ സെമസ്റ്ററിന് ഫീ. പിന്നെ SC/ST-കാർക്കാണെങ്കിൽ 1,285 വരുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. Candidates need to pay the additional fee of PTO or Departmental Development Fund if applicable, matriculation fee, etc. directly at the department or school as per the instruction received from the concerned department or school. അപ്പോൾ മറ്റ് ഫീസുകൾ, അതായത് അഡ്മിഷൻ ഫീ കൂടാതെയുള്ള ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ ഈ ഫീ ഒക്കെ, അത് പിന്നെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ് തുടങ്ങുമ്പോഴോ അങ്ങനെ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഫീ പേ ചെയ്യും, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.